അപ്പൊ എഫക്റ്റീവ് അപ്പർച്ചർ ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. നമ്മൾ എഫക്റ്റീവ് അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ആർ എൽ ഡിവൈഡഡ് ബൈ ആർ എൽ പ്ലസ് ആർ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് എൽ പ്ലസ് എക്സ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി. ഇതാണ് എഫക്റ്റീവ് അപ്പർച്ചർ എന്ന് പറഞ്ഞത്. ഇനി നമ്മളിവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ച് മാക്സിമം പവർ വിൽ ട്രാൻസ്ഫേർഡ് ഫ്രം ആന്റിന ടു ദ ആന്റിന ടെർമിനേറ്റിംഗ് ലോഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എൽ ഇസ് ഈക്വൽ ടു, ഇപ്പൊ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന എക്സ് എൽ എന്ന് പറഞ്ഞാൽ ലോഡ് എന്ന് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് എ ആയിട്ട് മാറും. അതുപോലെ ആർ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എ ആയിട്ട് വരും. പിന്നെ നമുക്കറിയാം ആർ എ ആന്റിന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ റെസിസ്റ്റൻസ് പ്ലസ് ലോസ് റെസിസ്റ്റൻസ്. നമ്മൾ ഓൾറെഡി തന്നെ അസ്യൂം ചെയ്തിരുന്നു ലോസ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 0. എങ്കിൽ മാത്രമേ ഉള്ളൂ മാക്സിമം പവർ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. അതായത് ലോസ് ഒന്നുമില്ല. ഈ കണ്ടീഷൻ അനുസരിച്ച് മാക്സിമം ആണ് ആന്റിനയുടെ പവർ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. സോ ലോസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 0 ആയിട്ട് എടുക്കുക. അപ്പൊ ആർ എൽ ഇസ് ഈക്വൽ ടു എന്ത് വരും? ആർ എൽ ഇസ് ഈക്വൽ ടു ആർ എ എന്നാണ് വരിക. അപ്പൊ മാക്സിമം പവർ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ മാക്സിമം ആയിരിക്കും എഫക്റ്റീവ് അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പൊ എഫക്റ്റീവ് അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കാം? മാക്സിമം പവർ എഴുതണം. മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു മാക്സ് ആണ്. ഡബ്ല്യു മാക്സ് എന്ത് വരും? ഇവിടെ നമുക്ക് ആർ എൽ ഇസ് ഈക്വൽ ടു ആർ എന്ന് കൊടുക്കാം, അല്ലെ ആർ എൽ ഇസ് ഈക്വൽ ടു ആർ ആർ കൊടുക്കാം. ആർ ആർ കൊടുക്കുമ്പോൾ ആർ പ്ലസ് ആർ 2r ദ ഹോൾ സ്ക്വയർ വരും 4r സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇവിടെ ആർ എല്ലിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? ആർ ആർ എന്നുള്ള വാല്യൂ കൊടുക്കാം. എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ് എൽ മൈനസ് എക്സ് എൽ വരുമ്പോൾ ക്യാൻസൽ ആയി ആ ടൈം പോകും. പിന്നെ പി എ ഉള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കിവിടെ പി നമുക്ക് എഫക്റ്റീവ് അപ്പർച്ചർ ആണ് പി എഴുതാം. അല്ലെങ്കിൽ നമുക്ക് മാക്സിമം പവർ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ പി വേണ്ട, ഇത്രയും പോർഷൻസ് മതി. അപ്പൊ അത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡബ്ല്യു മാക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ആർ ആർ എന്നാണ് നമുക്കിവിടെ വരിക. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം പവർ ആണ്. ഓൾറെഡി പറഞ്ഞു ലോസ് ഒന്നും ഇല്ല. അപ്പൊ എന്താ? മാക്സിമം പവർ. അപ്പൊ നമ്മൾ എന്താ എടുക്കുക? ദ മാക്സിമം പവർ റിസീവ്ഡ് ഇൻ ദ ആന്റിന terminating the load impedance ZL under the condition of maximum power transfer without antenna loss. Corresponding നമ്മുടെ കറസ്പോണ്ടിങ് എഫക്റ്റീവ് അപ്പർച്ചർ നമുക്ക് എന്താ പറയും? മാക്സിമം എഫക്റ്റീവ് അപ്പർച്ചർ എന്ന് പറയാൻ പറ്റും. അപ്പൊ മാക്സിമം എഫക്റ്റീവ് അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? വി സ്ക്വയർ ആർ എൽ ഡിവൈഡ് ബൈ ആറിൽ മാറ്റി ആർ ആർ കൊടുക്കാം ഡിവൈഡ് ബൈ 4 ഇൻറ്റു ആർ ആർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പി. ഇവിടെ അത് 2 ടൈം ക്യാൻസൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എഫക്റ്റീവ് അപ്പർച്ചർ മാക്സിമം എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ ഡിവൈഡ് ബൈ 4p ആർ ആർ എന്നാണ് വരിക. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എന്താ? മാക്സിമം റിസീവ്ഡ് പവർ ഡിവൈഡഡ് ബൈ പവർ ഡെൻസിറ്റി ഓഫ് ഇൻസിഡന്റ് വേവ് എന്നാണ് നമുക്കിവിടെ കിട്ടുക. ഇതാണ് എഫക്റ്റീവ് അപ്പർച്ചറിന്റെ മാക്സിമം വാല്യൂ എന്നാണ് നമ്മളിവിടെ എഴുതുക. ഇനി നമുക്ക് എഫക്റ്റീവ് അപ്പർച്ചറും ഉണ്ട്, മാക്സിമം എഫക്റ്റീവ് അപ്പർച്ചർ ഉണ്ട്. ഇവ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് നമ്മൾ എന്ത് പറയുക? എഫക്റ്റീവ്നെസ് റേഷ്യോ എന്നാണ് നമ്മളിവിടെ പറയുക. അതുകൊണ്ട് എടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്നെസ് റേഷ്യോ ആൽഫ എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ആൽഫ ഇസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ എ മാക്സിമം എന്നാണ് നമ്മൾ എടുക്കുക. അപ്പൊ സാധാരണ രീതി ആൽഫയുടെ വാല്യൂ 0 to 1 ആയിരിക്കും. അപ്പം പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണ്. 100% ആയിരിക്കും നമ്മളിവിടെ എടുക്കാൻ വേണ്ടി. 100% എഫിഷ്യൻസി ആയിരിക്കും നമുക്കിവിടെ വരിക. എഫക്റ്റീവ്നെസ് റേഷ്യോയുടെ വാല്യൂ എപ്പോഴും നമുക്ക് 0 to 1 ഇടയിലായിരിക്കും ഉണ്ടാകുക. നമുക്ക് പെർഫെക്റ്റ് മാച്ച്ഡ് ആന്റിനി ആകുമ്പോഴത്തേക്ക് എന്താ? ലോസ് ഇല്ല, ഇമ്പിഡൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് മാച്ച് ആകുന്നു. അപ്പൊ അങ്ങനെ കണ്ടീഷൻ വരുമ്പോൾ 100% ആയിരിക്കും നമ്മൾ എഫിഷ്യൻസി. 100% എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റിംഗ് ആന്റിന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് പവർ നമുക്ക് എന്ത് ചെയ്യണം? റിസീവ്ഡ് ആന്റിന റിസീവ് ചെയ്യുന്നുണ്ട്. വിതൗട്ട് ലോസ് ആയിരിക്കും വരിക. അങ്ങനെ വരുന്ന കണ്ടീഷനിലാണ് നമ്മളിവിടെ എന്താ? പവർ മാക്സിമം എടുക്കുന്നതും എഫക്റ്റീവ് അപ്പർച്ചർ മാക്സിമം എടുക്കുന്നതും.